പൂരവർത്തമാനത്തിൽ ഇന്ന് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് പാറമേക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് വടക്കുന്നാഥന് കിഴക്ക് വശമായിട്ട് പടിഞ്ഞാറോട്ട് അഭിമുഖീകരിച്ചാണ് ഭഗവതി ഇരിക്കുന്നത്. നാം ഇന്ന് കാണുന്ന പാറമേക്കാവ് ക്ഷേത്രം ഇവിടെ എത്തിയതിന് പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. ക്ഷേത്ര തട്ടകത്തിൽപ്പെട്ട കൂർക്കഞ്ചേരി കുറുപ്പാൾ തറവാട്ടിലെ കാരണവർ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലെ ഭഗവതിയെ മാസം തോറും തൊഴാൻ പോവായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖം പോലും അദ്ദേഹത്തിന് യാത്ര ബുദ്ധിമുട്ടായി തോന്നി. അങ്ങനെ അദ്ദേഹം ഭഗവതിയോട് ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു, എനിക്ക് നിത്യദർശനത്തിന് ഒരു വഴിയുണ്ടാക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ മനമുരുകിയുള്ള പ്രാർത്ഥന ഭഗവതി കേട്ടു. അങ്ങനെ അവസാനമായി തൊഴാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓലപ്പുറത്ത് കയറി ഭഗവതി കാരണവരുടെ കൂടെ വന്നു. പക്ഷെ കാരണവർ അതറിഞ്ഞില്ല. യാത്രയുടെ ക്ഷീണത്തിൽ കാരണവർ വടക്കുന്നാഥനിലെ ഇലഞ്ഞിത്തറയിൽ കുറച്ചു നേരം കിടന്നു. ഉറങ്ങി എഴുന്നേറ്റ കാരണവർ തൻ്റെ ഓലക്കുട എടുക്കാൻ നോക്കിയപ്പോൾ സാധിക്കുന്നില്ല. പിന്നീട് പ്രശ്നവിധിയിലാണ് അറിയുന്നത് ഓലക്കുടയിൽ ഭഗവതി ഉണ്ടെന്ന്. ആദ്യം ഭഗവതിയെ ഇലഞ്ഞിത്തറയിലായിരുന്നു പ്രതിഷ്ഠിച്ചത്. പിന്നീട് നോക്കിയപ്പോൾ ഭഗവതിയുടെ ഇഷ്ടസ്ഥലം ഇവിടെയാണെന്നറിയുകയും ഇവിടെ പാറമേക്കാവിലെ ഭഗവതിയെ കുടിയിരുത്തുകയും ചെയ്തു. ഇവിടെ ഭഗവതിക്ക് ഉപദേവകളായിട്ടുള്ളത് ബ്രഹ്മരക്ഷസും മേൽക്കാവിൽ ഭഗവതിയും നാഗപ്രതിഷ്ഠയുമാണ്. ഇവിടുത്തെ ഭഗവതിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വലത് കാൽ മടക്കി വെച്ച് ഇടത് കാൽ താഴോട്ടിട്ട് 8 കൈകളോടും കൂടിയുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഭഗവതി ഇരിക്കുന്നത് വലത് കാൽ മടക്കി ഇടത് കാൽ താഴോട്ടിട്ട് 8 കൈകളോടെയാണത്. ഈ 8 കൈകളിലെ പ്രത്യേകതയും നോക്കാം. ആദ്യം കാണുന്നത് വാളാണ്, പിന്നെ മണിനാഗം, യമദണ്ഡ്, ത്രിശൂലം, ചിലമ്പ്, ഓട്ടുമണി, ദാരിക ശിരസ്, പിന്നെ താഴ്ഭാഗത്ത് കാണുന്നതാണ് കൈവട്ടം. ഇന്നും സന്ധ്യയ്ക്ക് പാറമേക്കാവിൽ വിളക്കി വെക്കുമ്പോൾ നേരെ വടക്കുന്നാഥൻ്റെ ഇലഞ്ഞിത്തറയ്ക്ക് കാണിക്കാറുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഒരുപാട് ചടങ്ങുകളുണ്ട് പാറമേക്കാവ് ഭഗവതിക്ക്. ഉച്ചയ്ക്ക് 12 മണിയോടെ 15 ആനകളുടെ അകമ്പടിയോടെ ചെമ്പടമേളം ആരംഭിക്കുന്നു. പിന്നീടാണ് നമ്മളൊക്കെ കേൾക്കുന്ന പാണ്ടിമേളം, അതായത് ഇലഞ്ഞിത്തറമേളം. ഇലഞ്ഞിത്തറമേളം 4:30 അവസാനിക്കുന്നു. പിന്നീടാണ് കുടമാറ്റവും തെക്കോട്ടിറക്കവും. തെക്കോട്ടിറങ്ങി ഭഗവതി വീണ്ടും അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്നു. പിന്നീട് രാത്രി പൂരമാണ് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ നടക്കുന്നത്. പിന്നീട് എല്ലാവരും കാത്തിരിക്കുന്ന വെടിക്കെട്ട്. പൂരപ്പിറ്റേന്ന് പിന്നീട് 15 ആനകളുടെ അകമ്പടിയോടെ പാണ്ടിമേളത്തോടെ ദേവി വീണ്ടും ശ്രീമൂലസ്ഥാനത്തെത്തുന്നു. പിന്നീടാണ് ഉപചാരം ചൊല്ലി പിരിയുന്നത്. അവിടെയാണ് തൃശ്ശൂർ പൂരം അവസാനിക്കുന്നത്. പിന്നീട് വീണ്ടും കാത്തിരിപ്പാണ് ഒരു കൊല്ലത്തേക്ക്. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ, എന്തൊക്കെയായി പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? നമുക്കറിയാലോ, മെയ് 4-ാം തീയതിയാണ് നമ്മുടെ ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം. 4-ാം തീയതി വൈകുന്നേരം സാമ്പിൾ വെടിക്കെട്ട്, 5-ാം തീയതി പൂര വിളംബരം, 6-ാം തീയതി തൃശ്ശൂർ പൂരം. അപ്പം എല്ലാം അടുത്തു കഴിഞ്ഞു. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം 8ഓളം ഘടകപൂരങ്ങളുണ്ട്. പാറമേക്കാവും തിരുവമ്പാടിയാണ് പ്രധാന പങ്കാളികൾ. എന്നാൽ പാറമേക്കാവിന് മാത്രം അവകാശപ്പെട്ട ചടങ്ങുകൾ ഏതൊക്കെയാണ്? അതായത് തൃശ്ശൂർ പൂരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 പ്രധാന പങ്കാളികൾ, ഒന്ന് തിരുവമ്പാടി, ഒന്ന് പാറമേക്കാവ്. അവർക്ക് മാത്രം അവകാശപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് 15 ആന എന്നുള്ളൊരു ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് പാറമേക്കാവിനും തിരുവമ്പാടിക്കും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വടക്കുന്നാഥന്റെ വലിയ പ്രദക്ഷിണ വഴി, അതായത് സ്വരാജ് റൗണ്ട് എന്ന് പറയുന്ന ഈ സ്വരാജ് റൗണ്ടിൽ പന്തലിടാനുള്ള അവകാശം പാറമേക്കാവിനും തിരുവമ്പാടിക്കും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വെടിക്കെട്ട് നടത്താനുള്ള അവകാശം പാറമേക്കാവിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 3 അവകാശങ്ങൾ പാറമേക്കാവിനും തിരുവമ്പാടിക്കും ജോയിൻ്റ് ആയിട്ടുണ്ട്. വേറെ 2-3 അവകാശങ്ങളും പാറമേക്കാവിന് മാത്രമുള്ളതാണ്. അതായത് വടക്കുന്നാഥന്റെ 4 ഗോപുരത്തിൽ കൂടിയും പുറത്തേക്ക് പോകാനുള്ള അവകാശം പാറമേക്കാവിന് മാത്രമുള്ളൂ. ഇതൊക്കെ കൊടിയേറ്റം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പൂരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും കിഴക്കേ ഗോപുരത്തിൽ കൂടി പുറത്തേക്ക് ഇറങ്ങും.
തെക്കോട്ടിറങ്ങുമ്പോൾ ആ ദിവസം പൂര ദിവസം തെക്കേ ഗോപുരത്തിൽ കൂടി പുറത്ത് പടിഞ്ഞാറേ ഗോപുരത്തിൽ കൂടി കേറ്റുവ ഇറക്കം എന്ന് പറഞ്ഞ ആ സംഗതിക്ക് പടിഞ്ഞാറേ ഗോപുരത്തിൽ കൂടി ഇറങ്ങും. നമ്മുടെ കൊടിയേറ്റത്തിന് ദിവസം വടക്കേ ഗോപുരത്തിൽ കൂടി ഇറങ്ങിയിട്ടാണ് അവിടുത്തെ തീർത്ഥക്കുളത്തിൽ ആറാടുക. അതുപോലെ തന്നെ തീർത്ഥക്കുളത്തിൽ ആറാടാനുള്ള, അതായത് വടക്കുനാഥന്റെ തീർത്ഥക്കുളത്തിൽ ചന്ദ്രപുഷ്കരണി എന്ന് പറയുന്ന തീർത്ഥക്കുളത്തിൽ ആറാടാനുള്ള ഏക അവകാശം പാറമേക്കാവ് ഭഗവതി മാത്രമുള്ളൂ. വേറൊരു അവകാശം കൂടി ഉണ്ട്. പാറമേക്കാവ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളത്താണ്. 14 ആന പൂർണ്ണമായിട്ട് എല്ലാം തയ്യാറെടുത്ത് നിന്നതിന് ശേഷം ഭഗവതി പുറത്തേക്ക് വരുള്ളൂ അല്ലേ? ആ ഒരു സ്ഥലം എനിക്ക് തോന്നുന്നത് ലോകത്ത് എവിടെയും അങ്ങനെ കാണാൻ പറ്റില്ല. മറ്റ് അമ്പലങ്ങളിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത കൂടിയാണ്. 14 ആനകൾ തയ്യാറായി കഴിഞ്ഞതിന് ശേഷം ഭഗവതി പ്രൗഢഗംഭീരമായിട്ടുള്ള എഴുന്നള്ളത്താണ്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ചെമ്പടമേളാണോ? അതെ, വിളംബകാലത്തിൽ ചെമ്പടമേളത്തിന്റെ അകമ്പടിയോടുകൂടി ഭഗവതി സാധാരണ ഈ നമ്മൾ പറയുന്ന മേടമാസത്തിലെ ഉച്ചത്തിലുള്ള സൂര്യന്റെ ആ പ്രകാശത്തിൽ അതിഗംഭീരമായിട്ടുള്ള ചെമ്പടമേളത്തിന്റെ അകമ്പടിയോടുകൂടി പുറത്ത് ഒരു പക്ഷേ ഏറ്റവും സ്പെക്ടാക്കുലർ സൈറ്റ് ഈ പൂരത്തിന് തന്നെ ഉച്ചയ്ക്കുള്ള ആ ഭഗവതി. അതാണ് ഈ കയറ്റം എന്ന് പറയുക. 12 മണിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുകയാണല്ലോ. ആ കയറ്റത്തിനെയാണ് പഴമക്കാർ പറയാറുള്ളത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു കയറ്റാണ്. അതുപോലെ തന്നെ ആ സമയത്തുള്ള ചെമ്പട മേളം, അതും എനിക്ക് തോന്നുന്നു വേറെ എവിടെയും 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിളംബകാലത്തിലെ ചെമ്പട മേളവും അതിഗംഭീരമാണ്. ആ സമയത്ത് ഒരു 10-30 സെറ്റ് കുടകളും മാറാറുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ആ സമയത്തും ഒരു കുടമാറ്റം. പക്ഷെ എല്ലാവരും വൈകുന്നേരത്തെ കുടമാറ്റത്തെ കുറിച്ചാണ് കൂടുതൽ. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഈ തൃശ്ശൂർ പൂരത്തില് എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ ഉച്ചയ്ക്കുള്ള എഴുന്നള്ളത്താണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഉപചാരം ചൊല്ലി പിരിയുമ്പോ അത് ശരിക്കും തൃശ്ശൂർക്കാർക്ക് ഒരു സങ്കടം ഉണ്ടാക്കില്ലേ? പിന്നെ തീർച്ചയായിട്ടും ആ ഒരു നമ്മൾ പറയില്ലേ, ഈ പന്തൽ കാലാടുമ്പോ തന്നെ പൂര ലഹരിയിലായി കഴിഞ്ഞു തൃശ്ശൂര്. അത് കഴിഞ്ഞാൽ ഓരോ ഇവിടെ എക്സിബിഷൻ നടക്കണോ, അവിടെ അത് നടക്കണോ, ഓരോന്നും വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരുന്ന അതിന്റെ അവസാനം ഒരു നമ്മൾ പറയില്ലേ അൾട്ടിമേറ്റഡ് ആയിട്ടുള്ള ഈ പൂരത്തിന് ഒരുങ്ങുകയാണ് പാറമേക്കാവ്. ആനച്ചമയത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പേരെന്താണ്? ജോബി. എന്തൊക്കെയായി ഒരുക്കങ്ങള്? ഇവിടെ ഞങ്ങൾ കൊടയുടെ കുടമ പിടിപ്പിക്കാൻ, അടിയിൽ പിടിപ്പിക്കുന്ന അലക്കെന്ന് പറയാം അതിനെ. അതിന്റെ വർക്കാണ് ഇവിടെ. അലുക്ക് അതിന് ഈ മുകളിൽ വയ്ക്കുന്ന മകുടം, അതിന്റെ വർക്കൊക്കെ ഇവിടെയാണ് ഇത് കുടയുടെ വർക്കാണ്. അതെ അതെ, കുടയ്ക്ക് മാറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളാണ് ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ. പാറമേക്കാവിന്റെ ചമയപ്പുരയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്തൊക്കെയാണ് ഈ പ്രാവശ്യത്തെ പൂരത്തിന്റെ ഒരുക്കങ്ങൾ? സാധാരണ പതിവ് പോലെ തന്നെ കുടമാറ്റത്തിനുള്ള കുടകൾ, പിന്നെ ആനയ്ക്കുള്ള നെറ്റിപ്പട്ടങ്ങൾ, കോലം, പിന്നെ ആനയ്ക്ക് കഴുത്തിലേക്ക് മണി, പാദസരം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് കൊടക്കുള്ളതാണ് അല്ലേ? ഇത് കൊടക്കുള്ളതാണ്. എത്ര വർഷമായി അപ്പോൾ ഈ രംഗത്ത് വന്നിട്ട്? ഞാൻ വന്നിട്ട് ശരിക്കും പറഞ്ഞാലൊരു 45 കൊല്ലമായിട്ടുണ്ട്. അച്ഛൻ്റെ കാലം തൊട്ടുള്ളതാണ്. പിന്നെ അച്ഛന് വയസ്സൊക്കെ ഇപ്പോൾ ഒരു 30 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ നേതൃത്വത്തിൽ ഈ പണി കൊണ്ട് കിടക്കുന്നത്. ഇതിപ്പോ തുണിയുടെ നമ്മൾ ഫസ്റ്റിൽ ഇത് വെട്ടി സൈസ് 12 പാളിയാണ് ഒരു കുടയ്ക്ക് വരിക. അത് 12 പാളി നമ്മൾ വെട്ടിയെടുത്തിട്ട് അതുപോലെ തുന്നി യോജിപ്പിച്ച് ഇതിന് ഒറ്റിലെന്ന് പറയും. ഇത് അവിടെ ആ മൂലയിലിരിക്കുന്നുണ്ടോ, അതാണ് ഒരു ഒറ്റില്. അതുമേ നമ്മളിത് കയറ്റും. അതിൻ്റെ അളവിന് കട്ട് ചെയ്ത് നമ്മളത് കയറ്റി അതുമേ ഡിസൈൻ ചെയ്ത് അതിനെ അലക്ക് പിടിപ്പിക്കുമ്പോഴാണ് ഒരു കുടയായി മാറുന്നത്. പിന്നെ അതിനെ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാലും ഇതുപോലെ അതേ കളറിലാണ് നമ്മളൊരു ഞാനടക്കം ഒരു 20 പേരുണ്ട്. അതെ, അവിടെ അപ്പുറത്തെ റൂമിലും പണിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 3 മാസം ആയിട്ടുണ്ട്. ഡേ നൈറ്റ് വർക്കാണ്, എന്നാലും കഴിയുള്ളൂ. ഈ കുട ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് പിന്നെ പുതിയ കുടകളല്ലേ ഉപയോഗിക്കുന്നത്? പുതിയ കുട വെച്ചാൽ തുണികൾ മാത്രം. മറ്റതൊക്കെ അതൊക്കെ പെയിന്റ് അടിച്ച് നല്ല പുതിയതുപോലെ ആക്കും. അതിൻ്റെ കാല ഒറ്റിൽ എന്ന് പറഞ്ഞ സാധനമൊക്കെ. പിന്നെ അലക്കൊക്കെ ഞാൻ എടുക്കുന്ന സാധനത്തിനാണ് പറയുന്നത് അലക്ക് എന്ന് പറഞ്ഞത്. അത് സിൽവർ പ്ലേറ്റ് ചെയ്യണം. പിച്ചളയാണ് ലോഹം, അതിൽ നമ്മൾ സിൽവർ പ്ലേറ്റ് ചെയ്ത്
ഇതിൽ തുന്നി പിടിപ്പിക്കുക. അപ്പോൾ അടുത്ത കൊല്ലാകുമ്പോഴേക്കും അത് മുഷിയും. മുഷിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും സിൽവർ പ്ലേറ്റ് ചെയ്യും. അത് തുണികളെല്ലാം ഫുള്ളായിട്ട് മാറ്റി അതിൻ്റെ ഡിസൈനുകളെല്ലാം മാറ്റി. ആ തുണി പിന്നെ ഏതെങ്കിലും അമ്പലത്തിലേക്ക് കൊടുക്കുമോ അങ്ങനെ അല്ല, അങ്ങനെ അത് മാറ്റി അപ്പോഴേക്കും പഴുത. കാരണം ഈ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഇത് വാടകയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു വർഷത്തിന്റെ അവസാനം ആകുമ്പോഴാണ് നമ്മളത് പുതിയത് വീണ്ടും ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും ഇതൊക്കെ മുഷിയും. കാരണം കേരളത്തിൽ ഒരുമാതിരി അമ്പലങ്ങളിലേക്കൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. അതെനിക്ക് തോന്നുന്നു അധികം ആർക്കും അറിയാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. ഒരു വർഷത്തെ പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് മറ്റമ്പലങ്ങളിലേക്ക് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് ഒരു വർഷം പൂർണ്ണമായിട്ടും യൂട്ടിലൈസ് ചെയ്യുമെന്ന് പറയാമല്ലേ അതില്. പിന്നെ അതിൽ പലരും വിചാരിക്കുന്നത് ഈ പൂരം കഴിഞ്ഞ ഇതൊക്കെ ലേലം ചെയ്ത് വിൽക്കും. ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ. പലരും പറയുന്നു, ചോദിക്കാറുണ്ട് വന്നിട്ട്. അതല്ല, അത് ലേലം ചെയ്ത് വിൽക്കൊന്നുമില്ല. ഇത് ഈ ഉത്സവം ഈ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് വാടകയ്ക്ക് ഇവിടെ അതിന് നല്ല തിരക്കാണ് ഇവിടെ. പാറമേക്കാവ് ചമയപ്പുരയിൽ പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും അനുഭവം കൊണ്ട് സമ്പന്നനായ ഒരാളുണ്ട് നമ്മുടെ കൂടെ. അത് മറ്റാരുമല്ല, അജിത്താണ്. അജിത്തെ, എത്ര നാളായി മോനെ ഇത് തുടങ്ങിയിട്ട് ഈ പണി? ഈ പണിയുണ്ടാകുക 2 മാസം. 2 മാസം. എത്ര കൊല്ലായി അജിത്ത് ഇതിലേക്ക് വന്നിട്ട്? 9 കൊല്ലായി. 9 കൊല്ലായി. ഇപ്പോൾ 9 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അജിത്തിന്. ആഹാ. പിന്നെ എവിടെ നിന്നാണ് ഈ തുണികൾ ഡിസൈൻ ചെയ്ത് വരുന്നത്? ബോംബെ, മദ്രാസ്, അങ്ങനെ സ്ഥലങ്ങളിൽ ഡിസൈൻ ചെയ്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അജിത്ത് എന്തൊക്കെയാ ഇതിൽ ചെയ്യുന്നത്? ഇതില് ഡിസൈൻ വെക്കില്, പീത്ത വെക്കില്, ഈ സൈഡില് പീത്ത വയ്ക്കുക, ചൂരിലും പീത്ത വയ്ക്കുക. പിന്നെ തുണി വെട്ടി ആടല്, അത് അവിടെ ചെയ്യണാണ്. നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പണികളൊക്കെ ഫിനിഷിങ് പണികൾ നമ്മളിപ്പോൾ ചെയ്യുന്നു. അതെ അല്ലേ. പിന്നെയാണ് ഈ അലുക്ക് എന്ന് പറയണ ഇത് തുന്നി പിടിപ്പിക്കുന്നത് അല്ലേ? അലുക്കിന്റെ പണിക്ക് ശേഷം പിന്നെ എന്തൊക്കെയാ? പിന്നെ പണികൾ ഇല്ലേ കൊടുന്നത്, അതാണ് ഫിനിഷിങ് പണി, ഏറ്റവും അവസാന ഘട്ടം. അതെ അല്ലേ. കൊട ഭംഗി വരത്തിലാണ് ഇതിന്റെ ഇത്. ഇനി പിടി എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? പിടിക്കനി പിടിമ കാല് പൊതിച്ചലുണ്ട്, അത് അവിടെ ഇതേപോലെ പൊതിഞ്ഞ് വെക്കണാണ്. ഓരോ സെറ്റായിട്ട് പൊതിഞ്ഞ് വെക്കും അല്ലേ. തൃശ്ശൂർ പൂരം കഴിഞ്ഞാല് പിന്നെ മോനെ ഏതൊക്കെ പൂരത്തിന്റെ ഇതിനാണ് പോവുക? തൃപ്രയാറ്, തൃപ്പൂണിത്തറ, ആറാട്ടുപുഴ പൂരം, അങ്ങനെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും, ഉത്രാളിക്കാവ്, നെന്മാറത്തേക്ക് മണികൾ. അതെ അല്ലേ. അപ്പോൾ അതൊക്കെ മണിയും.